ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയിൽ നിർവചിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിശകലനത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ പഠന ശിബിരത്തിന് ചുക്കാൻ പിടിക്കുന്ന രാമനാഥപുരം രൂപതയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുക വിശ്വാസ പ്രമാണത്തിലെ 2 ആർട്ടിക്കിൾസാണ്. 9ഉം 10ഉം ആർട്ടിക്കിൾസാണ് നാം കാണുക. അതിപ്രകാരമാണ്: ഏകവും പരിശുദ്ധവും സാർവത്രികവും ശ്ലൈഹികവുമായ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ആർട്ടിക്കിൾ പഠിക്കുന്നതിന് തൊട്ട് മുൻപ് ആദ്യമായി തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സഭയിൽ പ്രധാനമായിട്ടും 2 വിശ്വാസ പ്രമാണങ്ങളാണുള്ളത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം, അത് ഏകദേശം 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അപ്പസ്തോലന്മാരുടെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനമായിട്ട് സഭ അംഗീകരിച്ച വിശ്വാസ പ്രമാണം. 2ാമത്തെ വിശ്വാസ പ്രമാണം അറിയപ്പെടുന്നത് നിക്യ വിശ്വാസ പ്രമാണം എന്നാണ്. അത് നിക്യ സുനോദോസ് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 325-ാം വർഷം നിക്യ സുനോദോസ് വിളിച്ച് കൂട്ടിയതിന് ഒരു പ്രധാന കാരണമായി ഭവിച്ചത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും ഈശോയുടെ ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ചുമുള്ള വിവാദങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയ സുനോദോസാണ്. അപ്പോൾ ആ സുനോദോസിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസ പ്രമാണത്തെയാണ് നിക്യ വിശ്വാസ പ്രമാണം എന്ന് പറയുക. അപ്പോൾ ആ നിക്യ വിശ്വാസ പ്രമാണത്തിൽ ചില ഭേദഗതികൾ വന്നത് 381-ാം വർഷം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ നടക്കുമ്പോഴാണ്. അതിനുശേഷമാണ് സഭ ആധികാരികമായിട്ട് നിക്യ വിശ്വാസ പ്രമാണത്തെ അംഗീകരിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണവും നിക്യ വിശ്വാസ പ്രമാണവും തമ്മിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ 9ാമത്തെ ആർട്ടിക്കിളിൽ ഒരു വലിയ വ്യത്യാസം നാം കണ്ടുവരുന്നു. അതിപ്രകാരമാണ്: അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഏകവും ശ്ലൈഹികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഭാഗം കാണുന്നില്ല. അവിടെ 2 ഘടകങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അതിതാണ് വിശുദ്ധവും കാത്തോലികവുമായ സഭ. വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. എന്നാൽ നിക്യവിശ്വാസ പ്രമാണത്തിൽ നാം കാണുക ഏകവും പരിശുദ്ധവും സാർവത്രികവും ശ്ലൈഹികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പഠനത്തിന് വിധേയമാക്കുന്നത് നിക്യ വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കിയാണ്. അതിന് കാരണം വിശുദ്ധ കുർബാനയിൽ നമ്മളെന്നും ചെല്ലുക, നമ്മൾ ചെറുപ്പം മുതലേ ചൊല്ലിപ്പോന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രമാണം നിക്യ വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ അതിലുള്ള ആ 4 ഘടകങ്ങളിലേക്ക് നാം കടക്കുകയാണ്. എന്താണ് സഭയെ സഭയാക്കുന്ന ഈ 4 മാനദണ്ഡങ്ങൾ? അവയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുക. അപ്പോൾ 1ാമത്തെ ഘടകം ഏകസഭ. എന്താണ് ഏകസഭ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഏകനായ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് സഭ ഏകയാണെന്നുള്ള ആ വിശ്വാസം ഉത്ഭവിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 4-5 തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം ഒരു സുപ്രധാന കൽപ്പന കൊടുക്കുകയാണ്. അത് തുടങ്ങുന്ന ഇപ്രകാരമാണ്: ഇസ്രായേലെ കേൾക്കുക, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ഒരു കർത്താവ്, ഒരു ദൈവം എന്നുള്ള ആ ഒരു ആശയത്തെയാണ് പഴയ നിയമത്തിലുടനീളം നാം കാണുക. ഒരുപക്ഷെ പഴയ നിയമത്തെ ഒരു വാക്യത്തിൽ നിർവചിക്കണമെങ്കിൽ ഞാൻ പറയും, പല ദൈവങ്ങളിൽ നിന്നും ഒരു ദൈവത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതാണ് പഴയ നിയമം മുഴുവൻ. അപ്പോൾ പഴയ നിയമത്തിലുടനീളം നാം അതാണ് കാണുക. ഇസ്രായേൽക്കാർ ഒരുമിച്ചായിരുന്ന അവരുടെ അയൽവക്ക രാജ്യങ്ങളിലൊക്കെ പല ദൈവങ്ങളെ ആരാധിച്ചപ്പോൾ, പല ദൈവങ്ങളല്ല, നിങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം കർത്താവാണ് നിങ്ങളുടെ, ആ കർത്താവ് യഹോവയാണ് എന്ന് അവരെ പഠിപ്പിക്കുന്ന അതാണ് നാം പഴയ നിയമത്തിലുടനീളം കാണുക. അപ്പോൾ ഏകസഭ എന്ന് പറയുന്ന ഇതിൻ്റെ അർത്ഥം, ഏകത്വം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് ദൈവം ഏകനാണ്, ദൈവം ഒരേ ഒരാളുള്ളൂ എന്നുള്ളതിൽ നിന്നാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയും ഏകത്വത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം കാണുന്നു. അവിടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസാന അധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4 അധ്യായങ്ങൾ ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അധ്യായങ്ങളാണ്. അപ്പോൾ ആ 17-ാം അധ്യായത്തിലെ 11-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്: ഞാൻ
ഈ ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നാൽ പിതാവേ, പരിശുദ്ധനായ പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നൽകിയ അങ്ങയുടെ നാമത്തിൽ അവരെ ഒരുമിപ്പിക്കണമേ, അവരെ പരിപാലിക്കണമെന്നാണ് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഒരുമയിൽ ആകുവാനായിട്ട് ഉള്ള ഒരു ആഹ്വാനം ഈശോ ഇവിടെ നൽകുകയാണ്. അതോടൊപ്പം തന്നെ നാം കാണുന്നുണ്ട് ഈ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുവാനും അങ്ങനെ അവരിലൂടെ ലോകം നമ്മുടെ ഒരുമയെ അറിയുവാനുമായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭയുടെ ശിരസ്സായ സഭയുടെ തലവനായ ക്രിസ്തുവിൻ്റെ കൂടെ ഒരു ശരീരമായിട്ട്, ഒരു ഹൃദയമായിട്ട് വിശ്വാസത്തിലും കൂദാശയിലും നേതൃത്വത്തിൽ നാം ഒരുമപ്പെടണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. തീർച്ചയായിട്ടും ഭാഷയിലെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ വ്യത്യാസം നമ്മൾ കാണാം. പല പല അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ദൈവശാസ്ത്രപരമായുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. എന്നിരുന്നാലും ക്രിസ്തുവിലുള്ള ഐക്യം ഈ വിഭജനത്തെ എല്ലാം മറികടക്കണം. അങ്ങനെ സഭ, ഏകസഭ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നാം മുന്നേറണം. ഒരുപക്ഷെ നമ്മുടെ സഭയിലെ ഇന്ന് നമ്മൾ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പല വിഭജനങ്ങൾക്കും കാരണം ക്രിസ്തു സഭയുടെ തലവനാണ്, ശിരസ്സാണെന്നുള്ള ആ ക്രിസ്തുവിലുള്ള ഐക്യത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏകസഭ എന്നുള്ള ആ വലിയ ഒരു 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 സന്ദേശത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും, ആ യാഥാർത്ഥ്യത്തിലേക്ക് നാം ഓരോരുത്തരും വളരണം. മൂന്നാമത്തെ ഘടകം സാർവത്രിക സഭ എന്നുള്ളതാണ്. ദ ചേർച്ച് ഈസ് കാത്തലിക്. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം സാർവത്രികം എന്നാണ്. സഭ എല്ലാ സമയത്തും എല്ലായിടത്തും എല്ലാ ആളുകൾക്കും വേണ്ടി ഉള്ളതാണ്. ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു. സാർവത്രികത എന്നതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പശ്ചാത്തലം പരിഗണിക്കാതെ സഭയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുക ക്രൈസ്തവ സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സാർവത്രികതയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായം 28-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ കൃത്യമായിട്ട് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന അവസാനത്തെ കൽപ്പന ഇത് വ്യക്തമാണ്. നിങ്ങൾ പോയി സകല ജനതകളെ ശിക്ഷപ്പെടുത്തുക. ഒരു പ്രത്യേക സമൂഹത്തെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ മാത്രമല്ല, എല്ലാ ജനതകളിലേക്കും സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ള വലിയ സത്യത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുക. അപ്പോൾ നമുക്ക് പറയാം, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനവും സഭയുടെ സാർവത്രികതയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഈശോ സ്വർഗാരോഹണം ചെയ്തും തൊട്ടുമുൻപ് ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പനയും അതുതന്നെയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ജെറൂസലേമിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. 2-ാം വത്തിക്കാൻ സുനകദോസിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന് അർത്ഥമുള്ള ലോമൻ ജനസ്യത്തിൽ സഭയെ ലോകത്തെ സേവിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമുള്ള ആയി വിളിക്കപ്പെട്ട ദൈവജനമായിട്ടാണ് ഉദ്ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന് രക്ഷ നൽകുന്ന സാർവത്രിക സഭയുടെ ദൗത്യത്തെ ഇവിടെ ഊന്നി പറയുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പ്രകാരമാണ്: അനുദിനം മുന്നേറുന്ന സഭ ആദ്യ ചൂടെടുക്കുകയും എല്ലാറ്റിനും ഇടപെടുകയും ചെയ്യുന്ന പ്രേക്ഷിതരുടെ ഒരു സമൂഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിരുകൾക്കപ്പുറത്തേക്ക് പോയി എല്ലാ വ്യക്തികളെയും ദൈവത്തിൻ്റെ കുടുംബത്തെ അംഗമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 4-ാമത്തെ ഘടകം ശ്ലൈഹിക സഭ, അപ്പസ്തോലിക സഭ എന്നുള്ളതാണ്. സഭയെ ശ്ലൈഹികം അല്ലെങ്കിൽ അപ്പസ്തോലികം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഈശോ സ്വയം നിയോഗിച്ച അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ വേരൂന്നി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അടിയുറച്ചാണ് സഭ നയിക്കപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പസ്തോലന്മാരിലും പ്രവാചകന്മാരിലും പണിയപ്പെട്ടവരാണ് നിങ്ങൾ, അടിത്തറയിൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ.
ഈ അടിത്തറയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. 2 വത്തിക്കാൻ സുനോദോസ് പ്രകാരം പറയുന്നു, സഭ സ്വഭാവത്താലെ രക്ഷിതയാണ്. സഭ അപ്പസ്തോലികമാണെന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ഓർമ്മിക്കണം. ഒന്നാമതായിട്ട് സഭ അപ്പസ്തോലന്മാരെ സ്ഥാപിക്കപ്പെട്ടു. ക്രിസ്തു പ്രത്യേകം നിയോഗിച്ച് തിരഞ്ഞെടുത്ത് അയച്ചവരാണ് അപ്പസ്തോലന്മാർ. നമ്മൾ നമ്മുടെ സീറോ മലബാർ സഭയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്പസ്തോലിക പാരമ്പര്യം വിശുദ്ധ തോമാ ശ്ലീഹായിൽ നിന്നാണ്. സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഉള്ള നമ്മുടെ തനിമ, സീറോ മലബാർ സഭയുടെ തനിമ വിശുദ്ധ തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത ചൈതന്യത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും മിഷണറിമാരായിട്ട് പോകുവാനായിട്ടുള്ള ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും വിശുദ്ധ തോമാ ശ്ലീഹായിലൂടെയാണ് സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചത്. രണ്ടാമതായിട്ട് സഭ അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച പഠിപ്പിക്കലുകളും പാരമ്പര്യങ്ങളും വിശ്വസ്തയോടെ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇന്ന് ഇത് നിയന്ത്രിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ ഗണത്തിലാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുന്ന മെത്രാന്മാരുടെ കൂട്ടായ്മയ്ക്കാണ് അപ്പസ്തോലന്മാർക്ക് ശേഷം പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഭരിക്കുവാനുമുള്ള വലിയ ദൗത്യം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടേതായിട്ട് രീതിയിൽ അപ്പസ്തോലന്മാരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത് സുവിശേഷത്തിൻ്റെ ദീപ്തി പരത്തുവാനും സഭയുടെ ദൗത്യത്തിൽ പങ്കാളികളാകുവാനുമുള്ള ആ വലിയ കടമയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ വിശ്വാസ പ്രമാണത്തിലെ 9ാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സഭ ഏകയാണ്, സഭ വിശുദ്ധയാണ്, സഭ സാർവത്രികമാണ്, സഭ ശ്ലൈഹികമാണ്. ഇത് സഭയാക്കുന്ന 4 മാനദണ്ഡങ്ങളായിട്ട് നമ്മളതിനെ കണ്ടു. ഇനി നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ 10ാം ആർട്ടിക്കിളിലേക്ക് കടക്കുകയാണ്. അതിപ്രകാരമാണ്: പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. പുണ്യവാന്മാരുടെ കൂട്ടായ്മ, വിശുദ്ധരുടെ കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നാഗാലാൻഡിൻ്റെ തലസ്ഥാനമായ കൊഹീമയിൽ ഉള്ള ഒരു വാർ സെമിത്തേരിയാണ്. അത് 2ാം ലോകമഹായുദ്ധകാലത്ത് ജീവൻ പൊലിഞ്ഞ ഭടന്മാരെ അവരുടെ കബറടം ചെയ്തിരിക്കുന്ന ആ സെമിത്തേരിയുടെ കവാടത്തിൽ ഇംഗ്ലീഷ് ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: വെൻ യു ഗോ ഹോം ടെൽ ദം ഓഫ് us ആൻഡ് സേ ഫോർ യുവർ ടുമോറോ വി ഗേവ് അവർ ടുഡേ. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളെക്കുറിച്ച് അവരോട് പറയുക, നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഇന്ന് കൊടുത്തു. നമുക്ക് ചുറ്റും കാണുന്നവർ മാത്രം ഉൾക്കൊള്ളുന്നതല്ല സഭ എന്ന് പറയുന്നത്. നമ്മുടെ മുൻപേ പോയവരും ഈ ഭൂമിയിലുള്ളവരും ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരും അതോടൊപ്പം തന്നെ സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം നിത്യജീവൻ പ്രാപിച്ചവരുമായ എല്ലാവരും ഒരുമിക്കുന്ന, സമ്മേളിക്കുന്ന അഗാധമായ ആത്മീയ ഐക്യത്തെയാണ് വിശുദ്ധരുടെ കൂട്ടായ്മ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുൻപേ പോയവരുടെ ജീവിത മാതൃകയും ജീവിത സാക്ഷ്യവും പുതിയ തലമുറയ്ക്ക് ഏത് വെല്ലുവിളിയും നേരിടാനുള്ള പ്രചോദനം നൽകുന്നുണ്ട്. വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരാശയമാണ്. അത് സമയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തിന് നമ്മൾ വിശുദ്ധരെ വണങ്ങണം? ഈശോയോട് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരെ? വലിയ വലിയ ആഘോഷങ്ങൾ, വിശുദ്ധരുടെ തിരുനാൾ ആഘോഷങ്ങൾ നമ്മൾ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള പല പല സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ, പലരുടെയും ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഹെബ്രായക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളായ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പരിപൂർണതയിലെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നാം ഈ ഓട്ടം ഓടുവാനെന്ന്. പ്രിയപ്പെട്ടവർ, വിശുദ്ധരുടെ കൂട്ടായ്മ ഒരു
റിലേ ഓട്ടം പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ വിശുദ്ധനും വിശുദ്ധയും അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനിയും അടുത്തയാളിലേക്ക്, അവരിലേക്ക് വിശ്വാസത്തിൻ്റെ ദീപം പകരണം. നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥം വഹിക്കുമ്പോൾ അവരുടെ നല്ല മാതൃകയും പ്രാർത്ഥനകളും നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധർ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്ന് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധരുമായിട്ട് ഉള്ള കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു ആഹ്വാനമാണ് നാം ഗ്രഹിക്കുക. അപ്പോൾ വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മളെ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന ആ സത്യം നാം മനസ്സിലാക്കണം. വിശ്വാസ പ്രമാണത്തിൻ്റെ 10-ാമത്തെ ആർട്ടിക്കിളിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് പാപമോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഈശോനാഥന് ഭൂമിയിൽ ജാതനായത് പാപികളായ മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ ദൈവമാനവരാശിക്ക് കരുണയും അനുരഞ്ജനവുമാണ് വാഗ്ദാനം ചെയ്തത്. അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ കാണുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ നമ്മളെ ഓരോരുത്തരെയും അത്രയധികമായി സ്നേഹിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൗത്യം അനുരഞ്ജനമായിരുന്നു. അതുതന്നെയാണ് ഈശോനാഥന് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വയ്ക്കുക. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ സഭയിലെ കൂദാശകൾ നമ്മളെ ഒരു നവജീവിതത്തിലേക്ക് നയിക്കുകയാണ്. അനുരഞ്ജനത്തിൻ്റെ കൂദാശ മാത്രമല്ല, എല്ലാ കൂദാശകളും നമ്മുടെ പാപങ്ങളെ തുടച്ചു നീക്കി നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത് ഒരു ദൈവിക ദാനം മാത്രമല്ല, അത് സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്ന സഭയുടെ ദൗത്യമായി മാറുകയാണ്. പാപികളെ രക്ഷിക്കുവാനായിട്ടുള്ള, പാപികളോട് ക്ഷമിക്കുവാനായിട്ടുള്ള അധികാരം അപ്പോസ്തലന്മാർക്കും അതിനുശേഷം അവരുടെ പിൻഗാമികൾക്കുമാണ് ഈശോ നൽകുക. അതുകൊണ്ട് തന്നെയാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നമ്മൾ പഴയ നിയമത്തിൽ പാപപരിഹാര ദിനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മൾ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുക, ഇസ്രായേൽ ജനത്തിൻ്റെ പാപനിമിത്തം അവർക്ക് വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനമായിട്ട് ആചരിക്കുവാനായിട്ടുള്ള നിയമം നൽകി. സ്നാപക യോഹന്നാന് ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുക. ക്ഷമിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിട്ട്, കരുണയുള്ള മുഖമുള്ളവരായിട്ട് നാം ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അനുദിനവും നമ്മൾ ഓരോരുത്തരും പാപമോചനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ വിശ്വാസ പ്രമാണത്തിലെ 9, 10 ആർട്ടിക്കിൾ ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2 ആർട്ടിക്കിളിലും ഏറ്റുപറയുന്ന വിശ്വാസ സത്യത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്.